ദൈവം തന്റെ പ്രവൃത്തികൾ പലപ്പോഴും മനുഷ്യരുടെ കയ്യിലൂടെയാണ് ചെയ്യുന്നത്. ഒരമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയും, ഒരു ഡോക്ടറുടെ ധൈര്യവും, ഒരു ശാസ്ത്രജ്ഞന്റെ അർപ്പണബോധവും ഇവയെല്ലാം ഒത്തുചേർന്നപ്പോൾ ഒരു ജീവൻ രക്ഷപ്പെട്ടു. ജൂലൈ 6 ലോക ജന്തുജന്യ രോഗദിനം ആയിട്ട് ആചരിക്കുന്നു. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കോ മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളിലേക്കോ പകരുന്ന രോഗങ്ങളാണ് സുനോസിസ് എന്ന് പറയുന്നത്. റേബിസ്, പേവിഷബാധയും നിപ്പ, പക്ഷിപ്പനി, COVID-19 ഇതൊക്കെ ഇതിനുദാഹരണങ്ങളായിരുന്നു. ബൈബിൾ പറയുന്നു, എല്ലാ ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് വരുന്നുവെന്ന്. അറിവും ജ്ഞാനവും കണ്ടെത്തലുകളും മനുഷ്യന്റെ കഴിവുകൾ മാത്രമല്ല, അവ ദൈവം നൽകിയ ദാനങ്ങളുമാണ്. അതുകൊണ്ടാണ് വൈദ്യശാസ്ത്രത്തിലൂടെ അനേകം ജീവനുകൾ ഇന്നും രക്ഷപ്പെടുന്നത്. സദൃശ്യവാക്യങ്ങൾ 3 അധ്യായം 5-6 വാക്യങ്ങളിൽ ഇങ്ങനെ നാം കാണുന്നു: പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്ക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ജോസഫിന്റെ അമ്മ വിചാരിച്ചു ജീവിതം അവസാനിച്ചുവെന്ന്. ഇനി മുൻപോട്ട് തന്റെ മകൻ ജീവിക്കില്ല എന്നൊരു തോന്നലായിരുന്നു. എന്നാൽ അപ്പോഴും അവൾ തന്റെ പ്രതീക്ഷ കൈവിട്ടില്ല. അവൾ തന്റെ മകനെ രക്ഷിക്കാനാവുന്ന ഒരാളെ തേടി യാത്ര ചെയ്തു. ആ യാത്ര ദൈവം ഒരുക്കിയ ഒരു വഴിയായിരുന്നു. റോമാലേഖനം 8 അധ്യായം 28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന്. അന്ന് സംഭവിച്ച ഓരോ കാര്യവും ലൂയി പാസ്റ്റർ തന്റെ ഗവേഷണം, ഡോക്ടർ ഗ്രാൻഷറിന്റെ ധീരമായ തീരുമാനം, ഒരു അമ്മയുടെ വിശ്വാസം, ഇവയെല്ലാം ചേർന്നാണ് ഒരു അത്ഭുതം ഉണ്ടായത്. ഈ കഥ നമ്മോട് പറയുന്നത് പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത് എന്നാണ്. നമ്മുടെ ജീവിതത്തിലും ചില സാഹചര്യങ്ങൾ അവസാനിച്ചുവെന്ന് തോന്നാം. രോഗങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ഭയം. എന്നാൽ ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ ദൈവം വഴിയൊരുക്കുന്നു, നമുക്ക് രക്ഷ നൽകിത്തരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ സഹായിക്കും. അതോടൊപ്പം രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം ഓരോരുത്തരെയും ഓരോ ദൗത്യത്തിനായി ഉപയോഗിക്കുന്നു. ഡോക്ടർ ഗ്രാൻഷറിനെ പോലെ നിങ്ങൾക്കും ഒരാളുടെ ജീവിതത്തിൽ ധൈര്യം പകരുവാൻ കഴിയും. ശാസ്ത്രജ്ഞനായിരുന്ന ലൂയി പാസ്റ്ററിനെ പോലെ നിങ്ങളുടെ അറിവും കഴിവും മറ്റൊരാളുടെ നന്മയ്ക്കായി ഉപയോഗിക്കുവാൻ കഴിയും. ജോസഫിന്റെ അമ്മയെപ്പോലെ നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ ആയി മാറാൻ കഴിയും. മൂന്നാമതായി, ദൈവം മനുഷ്യന് നൽകിയ ജ്ഞാനവും ബുദ്ധിയും ഉപയോഗിച്ചാണ് അനേകം രോഗങ്ങൾക്ക് ചികിത്സ കണ്ടെത്തുന്നത്. വൈദ്യശാസ്ത്രം ദൈവത്തിന്റെ കരുണ പ്രവർത്തിക്കുന്നൊരു വഴിയായി തന്നെ ആളുകൾ കണക്കാക്കുന്നു. എന്നാൽ ഡോക്ടർമാർക്ക് വേണ്ടിയും ഗവേഷകന്മാർക്ക് വേണ്ടിയും ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കഴിവുകൾ ദൈവദത്തമാക്കി തീർക്കുന്നു. അവരുടെ അറിവും സേവനവും വഴി ദൈവം ഇന്നും അനേക ജീവിതങ്ങളെ സ്പർശിക്കുന്നു. അവസാനമായി നമുക്കൊരു കാര്യം ഓർക്കാം, ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നു. ചിലപ്പോൾ നേരിട്ട്, ചിലപ്പോൾ മറ്റു മനുഷ്യരുടെ കയ്യിലൂടെ. എന്നാൽ ഓരോ ജീവനും ദൈവത്തിൻ്റെ കരുണയുടെ സാക്ഷ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന എല്ലാ സാഹചര്യങ്ങളും ദൈവത്തിൽ വിശ്വസിക്കാം. കാരണം അസാധ്യമെന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ പോലും ദൈവം തൻ്റെ പ്രവൃത്തി നിശബ്ദമായി തുടരുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ
നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.